ഈ പ്രത്യക്ഷപ്പെടലിലൂടെ അമ്മ സംസാരിച്ചത് ഒരു കത്തോലിക്ക വിശ്വാസിയോടല്ല, അമ്മയിൽ വിശ്വാസം ഇല്ലാതിരുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററോടായിരുന്നു. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: 1457 ഈ പ്രദേശത്ത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ ഒരു ദൈവാലയം പണികഴിക്കപ്പെടുന്നത്. 1532 ലൂതറൻ വിപ്ലവം ആരംഭിക്കുകയാണ്. കത്തോലിക്ക വിശ്വാസത്തെ അടിച്ചമർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് ഈ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുക ആ ഒരു സമയത്ത് സാധ്യമല്ലാതിരുന്നത് കൊണ്ട് ആ ദൈവാലയത്തിലെ വികാരിയച്ഛൻ അവിടെ ഉണ്ടായിരുന്ന അൾത്താര ബാലന്മാരുടെ സഹായത്തോടെ വലിയൊരു ലോഹത്തിൻ്റെ പെട്ടി സംഘടിപ്പിച്ച് ആ പെട്ടിയിലേക്ക് ആ ദൈവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ വസ്തുക്കളും ദൈവാലയത്തിലെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകളെല്ലാം സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രവും ചേർത്ത് വെച്ച് അത് മൂടി വലിയ ഒരു കല്ലിൻ്റെ സൈഡിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അധികം താമസിയാതെ ആ ദൈവാലയവും പരിസരവും ഒക്കെ പൂർണ്ണമായും